നിങ്ങളുടെ എല്ലാവരുടെയും ഓണാഘോഷം കഴിഞ്ഞിട്ട് എല്ലാവരും ഫ്രീ ആയിട്ടുണ്ടാവും വിചാരിക്കണം. എല്ലാവരും ഓണം നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും വിചാരിക്കണം. പിന്നെ എല്ലാ വർഷത്തെ പോലെ അത്രയ്ക്ക് ഞങ്ങളുടെ ഒരു ആഘോഷം ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ. ഇവിടെ ആയിരുന്നാലും ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ലാസ്റ്റ് ഫ്രൈഡേ ഇവിടെ ഒരു പാർക്കിൽ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പരിപാടി ഇട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നോട് ഭയങ്കര മഴയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അന്ന് ആഘോഷിച്ചില്ല. പിന്നെ ശരിക്കും ഓണത്തിന്റെ അന്ന് പിന്നെ അങ്ങനെ ആഘോഷിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ നാട്ടിലേക്ക് പോയി വന്നാൽ മാത്രമേ ഓണം ആഘോഷിക്കാനുള്ള ഒരു സുഖമൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത വർഷം നമുക്ക് കൊറോണയ്ക്ക് മാറിയിട്ട് എല്ലാവർക്കും സന്തോഷത്തോടെ കൂടിയിട്ട് ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് നമുക്ക് വിചാരിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിന്നെ അതുകൊണ്ടായിട്ടാ ഞാൻ ഈ വർഷം ഓണാഘോഷത്തിന്റെ വീഡിയോ ഇടാണ്ടിരുന്നത്. കാരണം കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എല്ലാ വർഷവും ഞാൻ ഓണം സെലിബ്രേഷന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ടല്ലോ. പക്ഷെ അന്നത്തെ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആപ്പിൾ പിക്കിങ്ങിന് പോയ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടാട്ടോ ഓണാഘോഷത്തിന്റെ വീഡിയോ ചെയ്യാണ്ടിരുന്നത്. പിന്നെ നിങ്ങളുടെ കുറെ പേരുടെ സദ്യയുടെ ഫോട്ടോസുകളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസുകളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു ചായ പലഹാരമായിട്ടാണ് വന്നേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയും പിന്നെ കപ്പലണ്ടിയൊക്കെ ചേർത്തിട്ടാണ് ഈ എന്തൊരു വട പോലെയാണ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. കപ്പലണ്ടിയും പിന്നെ ഈ അരിപ്പൊടിയുടെ എന്താ പറയുക ഒരു മുരിച്ചിലും ഇതൊക്കെ കൂടിയിട്ടാകുമ്പോൾ ഇത് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ചായ പലഹാരം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ്സ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് ഏതെങ്കിലും റെസിപ്പികളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്കും പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒറ്റ സമയങ്ങൾ തന്നെ നമ്മുടെ ചായ പലഹാരം നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് 2 പിടി കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാം. ഒരു പിടിയും കൂടി ചേർക്കട്ടെ, 2 പിടി. അപ്പോൾ ഇനി കപ്പലണ്ടി നമുക്ക് വറുത്തെടുക്കാം. ഇതിനകത്ത് ഞാനിപ്പോൾ മണലൊന്നും ഇടാണ്ട് കേട്ടോ വറുത്തിട്ടെടുക്കുന്നത്. നമുക്ക് പലതരത്തിൽ കപ്പലണ്ടി വറുത്തെടുക്കാമല്ലോ. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണയിൽ വറുത്ത് കോരിയിട്ടെടുക്കുക, അല്ലെങ്കിൽ ഉപ്പിട്ടിട്ട് വറുത്തിട്ടെടുക്കുക, അല്ലെങ്കിൽ മണലിട്ടിട്ട് വറുത്തിട്ടെടുക്കുക, അല്ലെങ്കിൽ ഇതൊന്നുമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല കട്ടിയുള്ള ഒരു പാനിൽ ഇട്ടിട്ട് നമുക്ക് വറുത്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യട്ടെ. ഇത് നല്ല എണ്ണയുള്ള കപ്പലണ്ടി കേട്ടോ. ഇത് കപ്പലണ്ടി നോക്കി ചൂടായി കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ഈ പുറത്ത് നന്നായിട്ട് എണ്ണ വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ കപ്പലണ്ടി വെച്ചിട്ട് വേണം നമ്മൾ ഇതുണ്ടാക്കില്ലേ, പീനട്ട് ബട്ടർ ഉണ്ടാക്കില്ലേ, പീനട്ട് ബട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പീനട്ട് ബട്ടർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് പേരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ നമ്മൾ കപ്പലണ്ടി മിക്സിയിലിട്ടിട്ട് നമ്മളത് പീനട്ട് ബട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരച്ചിട്ടെടുക്കും, അപ്പോൾ അങ്ങനെ ഓയിൽ വരണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചില നല്ല ക്വാളിറ്റിയുള്ള കപ്പലണ്ടിയിൽ മാത്രമേ നന്നായിട്ട് ഓയിൽ ഉണ്ടാവുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ പീനട്ട് ബട്ടർ ഉണ്ടാക്കിയാലും നമുക്ക് ശരിയായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതാണ്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഓയിൽ വന്നിട്ടുണ്ട്. ഈ സ്പൂണുമേക്ക് ഓയിലായിട്ടുണ്ട്. അപ്പോൾ ഈ തീ ഓഫ് ചെയ്യട്ടെ. നമ്മുടെ കപ്പലണ്ടി വറുത്തെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിക്കേ, ഞാനിവിടെ ഇതേപോലത്തെ വലിയൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിന് എരിവ് വളരെ കുറവായിട്ടാണ്. ഈ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് 3 കൂടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ഞാനിവിടെ 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കാം. ഇത് 4 കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ നമ്മളത് 4 കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് ഇതാ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങനെ അരിഞ്ഞ് നല്ല പേസ്റ്റ് പോലെ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചേക്കണ നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ, ആ കപ്പലണ്ടി തൊണ്ട് കളയാണ്ട് കേട്ടോ ചേർക്കുന്നത്. കപ്പലണ്ടിയും കൂടിയിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് ഇതും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ പോലെ എടുക്കില്ല, അതേപോലെ എടുത്താൽ മതി. നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കരുത്, ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ ഇതൊന്ന് കറക്കി എടുക്കട്ടെ. അപ്പോൾ നോക്കിക്കേ, നമ്മൾ കപ്പലണ്ടി കൂടിയും ചേർത്തിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പൊടി പോലെയായിട്ട് കിട്ടിയേക്കുന്നത്, ഇതേപോലെ എടുത്താൽ മതി. ഭയങ്കര നൈസായിട്ട് പൊടിച്ചിട്ട് എടുക്കരുത്. അപ്പോൾ ഇനി ഇതങ്ങോട്ട് നീക്കി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ഉരുളൻകിഴങ്ങാണ്. ഇതാ ഈ ഉരുളൻകിഴങ്ങ് ഞാനൊന്ന് തൊണ്ട് കളഞ്ഞെടുക്കട്ടെ. എന്നിട്ട് ഇത് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. കഴുകിയെടുക്കട്ടെ. ഇത് നമുക്ക് ഇതാ ഇതേപോലെ നമ്മൾ ഷർഡ് ചെയ്തിട്ട് എടുക്കില്ലേ, ഇത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം.
ഇത് നേരത്തെ കൂട്ടിയിട്ട് ഗ്രേറ്റ് ചെയ്ത് വെക്കരുത് കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ, നേരത്തെ കൂട്ടിയിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ അങ്ങോട്ട് മാറും, പിന്നെ കറ പിടിക്കും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിനായിരുന്നാലും വ്യത്യാസം വരും. അത് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. പക്ഷേ ഉരുളക്കിഴങ്ങ് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്, പുഴുങ്ങിയ ഉരുളക്കിഴങ്ങല്ല. കപ്പലണ്ടി പക്ഷേ വറുത്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഉരുളക്കിഴങ്ങും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പിഴിഞ്ഞിട്ട് വെള്ളം കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്കുള്ള മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഈ നമ്മുടെ മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇട്ടിട്ട് കറക്കി വെച്ചിട്ടില്ലേ, ഇതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്തേക്കണം ഉണക്കമുളക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് അടുത്തത് ചേർക്കുന്നത് സബോളയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നോക്കിക്കേ, ഒരു സബോളയുടെ പകുതി എടുത്തിട്ടുണ്ട്. നല്ല പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇപ്പോൾ സബോളയ്ക്ക് പകരം നിങ്ങൾക്ക് ചുവന്നുള്ളി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുവന്നുള്ളിയും ചേർക്കാം. കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തോ. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അതും കൂട്ടിയിട്ട് ചേർക്കാം. ഇത് നോക്കി ഉരുളക്കിഴങ്ങിൻ്റെ കളർ ഒട്ടും മാറിയിട്ടില്ല. അപ്പോൾ നേരത്തെ കൂട്ടിയിട്ട് ചെയ്യരുത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് വെക്കണം. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർക്കാം. അത് നമ്മൾ സാധാരണ പുട്ട അല്ലെങ്കിൽ എന്താ പറയുക നൂലപ്പം ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ എടുക്കണ അരിപ്പൊടി ഉണ്ടല്ലോ, ആ അരിപ്പൊടി. അതിപ്പോൾ വറുത്ത അരിപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല, വറുക്കാത്ത അരിപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കാം. ഇതിലേക്ക് ഇതാ നോക്കി ഇതേപോലെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ നിറച്ചെടുക്കേണ്ട 2 ടേബിൾ സ്പൂൺ തൈര്. ഇത് അധികം പുളിയില്ലാത്ത തൈരാട്ടോ. ഇതിലേക്ക് 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കണ്ട, ഒരു 2 നുള്ള്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് മല്ലിയില വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയില ചേർക്കുക, കറിവേപ്പില വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് നമ്മൾ വടയൊക്കെ ഉണ്ടാക്കില്ലേ, ആ പരുവത്തിൽ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഒരുപാട് വെള്ളം ചേർക്കരുത്, കാരണം അരിപ്പൊടിക്ക് അധികം വെള്ളം ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കപ്പലണ്ടിയും പിന്നെ ഈ ഉരുളക്കിഴങ്ങും ഇതെല്ലാം കൂടിയിട്ടാണ് വന്ന് കഴിഞ്ഞപ്പോൾ ഇത് നമ്മൾ പൊരിച്ചിട്ട് എടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് മുരിഞ്ഞ് വരികയും ചെയ്യും. പിന്നെ ഉപ്പ് നല്ല കറക്റ്റ് പാകമായിട്ടിരിക്കണം കേട്ടോ, അപ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇച്ചിരി കൊണ്ട് വെള്ളം ചേർക്കാം. ഇതിപ്പോൾ ഒരു കറക്റ്റ് പാകമായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോഴായിരിക്കും നമ്മുടെ ഈ കപ്പലണ്ടിയൊക്കെ എല്ലായിടത്തേക്കും നന്നായിട്ടാണ് മിക്സ് ആവുക. അപ്പോൾ നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മിക്സിങ് ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ഈ മിക്സിങ് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. എന്ത് സാധനം മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ കഴിയുന്നതും വെക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഇനി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ ഒഴിക്കാൻ, നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൽ നിന്ന് നോക്കി നമ്മളിതാ ഇതിങ്ങനെ കയ്യിലെടുത്തതിന് പ്രത്യേക ഒരു ഷേപ്പൊന്നും ഇല്ല കേട്ടോ. അതെ ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഓയിലിലേക്ക് ഇടാം. ഷേപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷേപ്പിലെടുക്കുക. പക്ഷേ ഇത് ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയാണ്ട് നമ്മൾ നുള്ളി ഇടില്ലേ, നുള്ളിയല്ല, കുറച്ചുകൂടി വലിപ്പത്തിൽ ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഓരോ ചെറിയ ബോളാക്കിയിട്ട് ഇതാ ഇങ്ങനെ ഇടാം. ഈ ഒരുപാട് കൂട്ടി വയ്ക്കരുത് കേട്ടോ, കാരണം ഇതൊന്നും നന്നായിട്ട് മുരിയണം, അപ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റേ സൈഡ് തിരിച്ചിടാം. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വറുത്തിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത് കേട്ടോ. ഇനി ഇതിപ്പോൾ ഓയിലിൽ നിന്ന് എടുക്കാം നമുക്ക്. ഓയിൽ നിന്ന് എടുക്കാൻ പോണതിന് മുമ്പായിട്ട് തീ നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് വേണം കേട്ടോ എന്ത് സാധനം നമ്മൾ വറുത്തത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഓയിൽ പിടിച്ചിരിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ നല്ല ചൂടങ്ങോട്ടാകുമ്പോഴുണ്ടല്ലോ ഓയിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകും. അങ്ങോട്ട് ചെറിയ ചൂടോട് കൂടിയിട്ട് അങ്ങോട്ട് ചായയും കൂട്ടിയിട്ടാണ്ട് കഴിക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചായ പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ നിങ്ങൾ ചായ കുടിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് പിന്നെ കപ്പലണ്ടിയും പിന്നെ അരിപ്പൊടിയും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുക. നല്ല ചൂട് ചായയുടെ കൂടെ ഇത് ഒരെണ്ണം അങ്ങോട്ട് കൂട്ടിയിട്ട് കഴിക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ എടുക്കുമ്പോൾ നന്നായിട്ട് മുരിയിച്ചിട്ട് എടുക്കുക. അപ്പോഴാണ് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കഴിച്ചോട്ടെ. പിന്നെ പുറത്തൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഉള്ളിലെ ടേസ്റ്റ് നോട്ടെ കേട്ടോ. ആ ഉരുളക്കിഴങ്ങും പിന്നെ കപ്പലണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം കൂടിയിട്ടാണ് ചേർന്ന് കഴിഞ്ഞപ്പം ശരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. പുറത്ത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ നോക്കിയേ ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് സോഫ്റ്റ് ആയിരിക്കണം. പക്ഷേ അത് നല്ല ടേസ്റ്റാണ്. ഈ മുരിഞ്ഞതും പിന്നെ ഈ ഉള്ളിലേയും കൂടിയിട്ടാണ് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്.